കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ദൂത് ഈ ഹൃദയത്തിന് ബലമായി ധൈര്യമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം അതിനകത്തുനിന്ന് ആഴമായി പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുന്ന ദൂത്, വഴിയിൽ വെച്ച് തളർന്നു പോകുവാൻ സമ്മതിക്കാത്ത ദൈവം, വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ സമ്മതിക്കാത്ത ദൈവം, വഴിയിൽ വെച്ച് തകർന്നു പോകുവാൻ സമ്മതിക്കാത്ത ദൈവം. യേശു കർത്താവ് അവരുടെ സ്ഥിതി അറിഞ്ഞു. അവർക്ക് ഇനി നടക്കുവാൻ കഴിയത്തില്ല. അവർ നടന്നാൽ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരുടെ ജീവിതത്തിൽ എൻ്റെ കരം കൊണ്ട് ഒരു വിടുതൽ, ഒരു ദൈവപ്രവൃത്തി, അത് അവരുടെ ജീവിതത്തിൽ തളർന്നു പോകാതെ ബലത്തോടെ നടക്കുവാൻ ഇടയാക്കും എന്ന ഒരാശയം ഇന്ന് പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ആഴമായി ഈ ദൂത് പകരുവാൻ കർത്താവ് പറഞ്ഞു. എവിടെ വെച്ചാ തളർന്നു പോകുന്നത്? വഴിയിൽ വെച്ച്. ദൈവത്തിനറിയാം ഏത് സ്ഥിതിയിലാ തളർന്നു പോകുന്നത്, ഏത് അവസ്ഥയിലാ തളർന്നു പോകുന്നത്. യേശു തന്നെ പറഞ്ഞു, അവർ തളർന്നു പോകും. തളർന്നു പോകുന്ന ഇടത്ത് അയക്കുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, വഴി വെച്ച് തളർന്നു പോകുന്നു എന്ന് കർത്താവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ ദൈവം നടത്തത്തില്ല. അതാ ദൈവത്തിൻ്റെ സ്നേഹം, അതാ കർത്താവിൻ്റെ കരുണ. ഇന്നായിരിക്കുന്ന ദേശത്ത്, ഇന്നായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പൈതലേ, ഒരു സാധ്യതയും കാണുന്നില്ല, ഒരവസ്ഥയ്ക്കും മാറ്റം വരുന്നില്ല. ആ സ്ഥിതിയിലായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ആഴമായി ഈ മർമ്മം വെളിപ്പെടുത്തുക. വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് അറിയുന്ന കർത്താവ് ആ ദേശത്തേക്ക് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയവ തളർന്നു പോകുവാൻ ഇടയാകത്തില്ല. തളർന്നു പോകുന്നിടത്ത് ഒരു ദൈവവൈതനെ നിർത്തുക ദൈവത്തിന് ഇഷ്ടമല്ല. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവവൈതൻ്റെ ജീവിതത്തിൽ തളർന്നു പോകുന്ന വഴികളിൽ ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൂത് ശക്തമായി ഏറ്റെടുക്കട്ടെ. വചനം ആഴമായി വിശ്വസിക്കട്ടെ. പരിശുദ്ധാത്മ ഹൃദയത്തെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, കുടുംബത്തിൽ ഇപ്പോൾ വിഷയങ്ങളാ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാ, പക്ഷേ ദൈവത്തിൻ്റെ ദൂതിത ആ വിഷയത്തെ തളർന്നു പോകത്തില്ല. തളർന്നു പോകുന്ന വിഷയത്തിൽ കർത്താവ് ആ ദൈവത്തിനെ അവിടെ അപ്രകാരം ക്രമീകരിക്കത്തില്ല. അപ്രകാരം ദൈവം ആ അവസ്ഥയിലേക്ക് നടത്തത്തില്ല. ജോലിയില്ലാത്ത സ്ഥിതിയാ, എന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാ. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഭാരപ്പെടേണ്ട, തളർന്നു പോകുക ദൈവം സമ്മതിക്കത്തില്ല. തളർന്നു പോകുന്നിടത്തല്ല ഇന്നും ഈ ശൂന്യതയിൽ ദൈവം നിർത്തിയിരിക്കുന്ന. ദൈവത്തിൻ്റെ പൈതലേ, കഷ്ടതയുണ്ട് ജീവിതത്തിൽ, പ്രതിബന്ധമുണ്ട് ജീവിതത്തിൽ, തീച്ചൂടയുടെ അനുഭവ ജീവിതത്തിൽ, പക്ഷേ തളർന്നു പോകത്തില്ല. തളർന്നു പോകുവാൻ സമ്മതിക്കാത്ത കർത്താവ് എവിടെ വെച്ചാ തളർന്നു പോകുന്നത് അവിടേക്ക് അയക്കാത്ത ദൈവം, ആ സ്ഥിതിയിലേക്ക് നടത്താത്ത ദൈവം. ദൈവം എത്ര വിശ്വസ്തന, ദൈവം എത്ര കരുണയും സ്നേഹം നിറഞ്ഞ ദൈവ. ഇന്ന് പകൽ ദൂത് ധൈര്യത്തോടെ ഏറ്റെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ കഷ്ടത കാണും, എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കാണും, എന്നാൽ അവിടെ തളർന്നു പോകുക ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല.
ജനം കർത്താവ് പറഞ്ഞ വാക്ക് തളർന്നു പോകുമെന്ന് പറഞ്ഞ സ്ഥിതിയിൽ ദൈവം അവരെ നടത്തിയത് ദൈവത്തിൻ്റെ കരുതൽ അത്ഭുതമായി വെളിപ്പെടുത്തിയല്ലേ. ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങി വിഷയത്തിന്മേൽ ഒരു അത്ഭുതം നടത്തിക്കൊണ്ട് വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് പറഞ്ഞ ആ വഴിയിലൂടെ ജനത്തെ ദൈവം ബലത്തോടെ നടത്തി, ശക്തിയോടെ നടത്തി, സന്തോഷത്തോടെ നടത്തി. അത്ഭുതം കണ്ടും ആ തൃപ്തി അവരുടെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നടന്നു. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ തളർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ആ വഴിയിൽ ബലത്തോടെ ദൈവം നടത്താൻ പോവാ, ശക്തിയോടെ ദൈവം നടത്താൻ പോവാ. ബലത്തോടെ ശക്തിയോടെ ആനന്ദത്തോടെ നടത്തുന്ന ഒരത്ഭുതം യേശുവിൻ്റെ കരങ്ങളിൽ കൂടെ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. സമ്മതിക്കത്തില്ല. എൻ്റെ പ്രശ്നത്തിന് നടുവിൽ ഞാൻ തളർന്നു പോകുക ദൈവം സമ്മതിക്കത്തില്ല. ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എന്നെ ശക്തീകരിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ നീതിയുടെ കരം ചാഞ്ഞിറങ്ങി ഇതാ അത്ഭുതം ചെയ്യാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വഴിയിൽ വെച്ച് തളർന്നു പോകുമെന്ന് കണ്ട് അത്ഭുതം ചെയ്ത ദൈവമേ, കരുണ വെളിപ്പെടുത്തിയ കർത്താവേ, കരുതിയ ദൈവമേ, ജനത്തിനു വേണ്ടി ദിവസങ്ങളിൽ അപ്രകാരം ദൈവിക ഇടപെടൽ നടക്കട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരുതൽ കണ്ട് സന്തോഷിക്കുന്ന ദിവസങ്ങളാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. നശിച്ചു പോകുന്നിടത്ത്, തകർന്നു പോകുന്നിടത്ത്, ക്ഷീണിച്ചു പോകുന്നിടത്ത് ബലത്തോടെ നടത്താൻ പോകുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവെ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.